PV അൻവറിന്റെ ജയിൽ മോചനം അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഇന്ന് മോചനമുണ്ടായാൽ അത് ഏത് തരത്തിൽ സ്വീകരിക്കുമെന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും അവരുടെ ഇടയിൽ ചർച്ച നടക്കുകയുമാണ്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, ഇന്ന് തന്നെ മോചനം സാധ്യമാകുമോ? ഇപ്പോൾ 5 മണി 5:15 ആവുന്നു. ഇനി തവനൂരിലേക്ക് ഈ റിലീസിംഗ് ഓർഡർ എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ സ്വീകരണ പരിപാടിയായൊക്കെ പ്ലാൻ ചെയ്യുക, അത് ഇന്നത്തേക്കാവുമോ? അതെ, ഉപാധികളില്ലാത്ത ജാമ്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇത് ജാമ്യമാണ് എന്ന് കാണിക്കുന്ന റിപ്പോർട്ട് ഈ ജയിലിലേക്ക് എത്തുന്നതാണ് ഇനി അടുത്ത ഒരു നടപടിയുള്ളത്. അത് തയ്യാറായതിനു ശേഷം ഇവിടുന്ന് തവനൂരിലേക്ക് പോകും. തവനൂരിലേക്ക് ഇത് പോയതിനു ശേഷം ഉടൻ തന്നെ അവിടുന്ന് റിലീസ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ വക്കീലന്മാരൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ ഒരു വലിയ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. കാരണം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിജയമായി ഇതിനെ കാണുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ഉത്സവമാക്കി മാറ്റുക, ഇതാണ് ഇപ്പോൾ DMK പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ അതിനെ എത്രത്തോളം അപ്പോൾ അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ഒരു UDF-ന്റെ പ്രവർത്തകരൊക്കെ എത്തുമെന്നുള്ളതും വലിയ ഒരു ചോദ്യമായി തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഒരു പിന്തുണ UDF-ന്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ജാമ്യം ലഭിക്കുന്നത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗവും അതുപോലെ തന്നെ അൻവറിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ PV അൻവറിന് ലഭിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. കാരണം ഈ കാട്ടാന അക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം മലയോര മേഖലയുടെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ അൻവർ കേന്ദ്രീകരിച്ച് പറയുന്നതും അതിൻ്റെ പ്രവർത്തന മണ്ഡലം ഈ മലയോര മേഖലയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഈ മണി എന്നുള്ള ഒരു ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ അറസ്റ്റ് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പൊതു സ്വീകാര്യത അൻവറിന് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ അതൊരു വലിയ ആഘോഷമാക്കുന്നു ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ച പുറത്തേക്ക് വരുന്നത്. ഭരണകൂട ഭീകരത എന്നതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് DMK പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത ഒരാൾ ജയിലിൽ നിന്ന് ഇന്നിപ്പോൾ ജാമ്യം കിട്ടി, അതും ഉപാധികളില്ലാതെ ജാമ്യം കിട്ടിക്കൊണ്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അത് UDF-ന്റെ അടക്കം ഉള്ളൊരു പിന്തുണ ഇനി വരും ദിവസങ്ങളിലുണ്ടെങ്കിൽ അത് വലിയ രാഷ്ട്രീയ ചലനങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യവും തർക്കമില്ലാത്തതാണ്. അപ്പോൾ അൻവർ കുറച്ചുകൂടി അൻവറിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, കാരണം DMK ഇനി എവിടെ ഏത് പാളയത്തിലേക്ക് പോകുമെന്നൊക്കെയുള്ള സംശയങ്ങൾ കഴിഞ്ഞ കുറേ ആയിട്ടുണ്ടായിരുന്നു. കാരണം തമിഴ്നാട്ടിലെ DMK ആയിട്ടുള്ള ഒരു ലയന സാധ്യതയടഞ്ഞു. പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്കുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ എവിടേക്ക് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ VD സതീശനും ഒരു താല്പര്യമില്ലാന്ന് കറഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് സമയത്ത് ലഭിച്ച രാഷ്ട്രീയ പിന്തുണ അത് ഭാവിയിൽ ഒരു മുന്നണിയുടെ പിന്തുണയായൊക്കെ മാറുമോ എന്നതാണ് ആകാംക്ഷ. ഏതായാലും അൻവറിന്റെ പുറത്തേക്കുള്ള ജയിലിന് പുറത്തേക്കുള്ള ഒരു ആഘോഷമാക്കുക തന്നെ ചെയ്യും DMK. അത് എപ്പോഴെന്നത് മാത്രം അറിഞ്ഞാൽ മതി. ഏതായാലും ഇപ്പോൾ PV അൻവർ MLA-ക്ക് ഉപാധികളില്ലാതെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നിലമ്പൂരിലെ കോടതി.